നമുക്ക് തുടങ്ങാം അല്ലേ? പക്ഷേ ഐഡിയ സ്റ്റാർസിംഗ് 2007 എല്ലാ എപ്പിസോഡിലും പോലെ ഞങ്ങളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ, ഒരു യുവതാരമാണ്. ആനച്ചന്തം എന്ന മലയാള സിനിമയിലൂടെ ഫിലിം ഇൻഡസ്ട്രിയിലെത്തിയ ഈ നടി കുറേയധികം നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ഹിറ്റ് ചോക്ലേറ്റ്സിലെ ഒരു അടിപൊളി ക്യാരക്ടർ. ലെറ്റ്സ് വെൽക്കം ടു ദിസ് എപ്പിസോഡ് രമ്യ നമ്പീശൻ. രമ്യ, ആദ്യം തന്നെ ഐഡിയ സ്റ്റാർസിംഗ് 2007 സ്വാഗതം. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ടൈം. എനിക്കും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു വലിയ ജനകീയമായ റിയാലിറ്റി ഷോയിൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു ക്വസ്റ്റ്യൻ രമ്യ തന്നെ ഒരു യുവതാരമാണ്, ഒരു യങ് സ്റ്റാർ. നമ്മുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ചെറിയ രീതിയിൽ ജയം തോൽവിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പം അവരുടെ മനസ്സിലെ ബീങ് എ യങ്സ്റ്റർ എന്തായിരിക്കും ഇങ്ങനത്തെ ഒരു ഡേയിൽ പാസ് ചെയ്യുക? തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇത്രയധികം പാടി പയറ്റി തെളിയിച്ചിട്ട് പിന്നെ പെട്ടെന്നൊരു എലിമിനേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം എന്തായാലും ഉണ്ടാവും. വിഷമം എന്നല്ല, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇത്രയധികം ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു പരിപാടി, ഇത്രയധികം കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു വേദിയിൽ നിന്ന് വിട പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വിഷമമായിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊന്നും ഒരു അവസാനം ഇതല്ല. എന്നുവെച്ചാൽ ഇനിയും നല്ല അവസരങ്ങൾ, ഈ ഒരു വേദി എന്ന് പറയുന്നത് അവർക്ക് ഇത്രയൊക്കെ കഴിവുകളുണ്ട്, ഇത്രയൊക്കെ പോരായ്മകളുണ്ട് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വേദിയായിട്ട് കരുതുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിനി ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്കും ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും എനിക്കും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഒരാൾ പോയാലും എനിക്കും വിഷമാണ്. അപ്പോൾ എനിവേസ് ഓൾ ദി ബെസ്റ്റ്, ബി ഒപ്റ്റിമിസ്റ്റിക് ഇൻ യുവർ ലൈഫ്. താങ്ക് യു രമ്യ. എന്തായാലും ഡെഫിനറ്റ്ലി നമുക്കും ഒരു ഹാർട്ട് ഡേ ആണ്. രമ്യ ആയിരിക്കും ഇവർക്ക് ഈ ഗുഡ് ഓർ ബാഡ് ന്യൂസ് നൽകുന്നത്. അത് കുറച്ച് വിഷമാണ്. But it's okay. I think we understand better than anyone else, അല്ലേ? Okay viewers, I'm glad രമ്യനെ പോലൊരു സപ്പോർട്ട് ഫാക്ടർ ഇന്ന് ഇവർക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. നമുക്ക് ഡേഞ്ചർ സോണിലെ കണ്ടസ്റ്റൻസിനെ വേദിയിലേക്ക് വിളിക്കാം. ഒരിക്കൽ കൂടി 3 കണ്ടസ്റ്റൻസ് സേഫ് ആണ്. അവർ നജീം അർഷാദ്, ദുർഗ വിശ്വനാഥ്, അരുൺ ഗോപൻ. ബാക്കി 7 പേരിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡേഞ്ചർ സോണിലെത്തിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് റോഷൻ. ഇപ്രാവശ്യം ഡേഞ്ചർ സോണിലാണ്, 4ാമത്തെ തവണയാണ് ഡേഞ്ചർ സോണിൽ വരുന്നത്. അടുത്ത റൗണ്ടിൽ കയറാൻ വേണ്ടി പ്ലീസ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. താങ്ക് യു. വാണി ജയറാം. ഡേഞ്ചർ സോണിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോണേന്ന്. എന്നിരുന്നാലും ഇതുവരെ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹിഷാം അബ്ദുൽ വഹാബ്. 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഡേഞ്ചർ സോണിൽ വരുന്നത്. ഇന്നാകണമെന്നാണ് എനിക്ക് ആഗ്രഹം. എന്നാലും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. അമൃത. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഡേഞ്ചർ സോണിൽ വീണ്ടും കയറാൻ പോവാണ്. മാർക്ക് വെച്ച് കുഴപ്പമില്ലായിരുന്നു, സേഫാണ്. പക്ഷെ വോട്ട് എനിക്ക് തീരെ കുറവാന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. എല്ലാവരും പ്ലീസ് പ്രാർത്ഥിക്കണം, സേഫ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തുഷാർ. ഈ എലിമിനേഷൻ റൗണ്ടിലെ ഡേഞ്ചർ സോണിൽ ഞാനും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് റൗണ്ട്സിൽ എനിക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അതായിരിക്കണം ഡേഞ്ചർ സോണിൽ വരാനുള്ള കാരണം. ഇന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, അതെപ്പോഴും ഉള്ളതാണല്ലോ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. സന്നിധാനന്ദൻ. ഡേഞ്ചർ സോണിലാണ്. ഇതുവരെ നിങ്ങളാണ് എന്നെ ഓരോ ഡേഞ്ചർ സോണിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. ആൻഡ് ഫൈനലി വിജയ് മാധവ്. എല്ലാവരും കണ്ടല്ലോ, ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഡേഞ്ചർ സോണിൽ വരുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്നാവാൻ വേണ്ടി. ഇന്നാവുകയാണെങ്കിൽ ഇപ്പം മുതൽ തന്നെ എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് വോട്ടിങ് ചെയ്യണം. ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഓക്കെ.